ഹായ്, ഞാൻ ഡോക്ടർ രവിശങ്കർ, ഡെൻ്റൽ സർജനാണ്. ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷൻ ഗ്രേറ്റർ കൊച്ചി പ്രസിഡൻറ്റ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം നമ്മൾ ഓറൽ ഹെൽത്ത് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ വായ് ശുചിയായി സൂക്ഷിക്കുന്നതിൻ്റെ ആവശ്യവും അതിൻ്റെ പ്രാധാന്യത്തിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഓറൽ ഹൈജീന് വേണ്ടിയിട്ടാണ്. കാരണം ഒത്തിരി പുതിയ സ്റ്റഡീസിലൊക്കെ പറയുന്നുണ്ട് ഓറൽ ഹൈജീൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഈവൻ നമുക്ക് ഹാർട്ട് പ്രോബ്ലംസ് വരെ വരാൻ വേണ്ടിയിട്ട് അത് കാരണമാകുന്നുണ്ട്. ഹാർട്ട് അറ്റാക്സിന് നല്ല രീതിയിലുള്ളൊരു റോൾ ഈ ഓറൽ ഹൈജീൻ മെയിൻ്റെനൻസ് പ്രോപ്പറാണ്. പ്രത്യേകിച്ച് ഗം ഡിസീസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ട് ഒത്തിരി ആൾക്കാർക്ക് ആ രീതിയിൽ വരുന്നതായിട്ട് ഒത്തിരി സ്റ്റഡീസ് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. അതിൽ രണ്ടാമത് പറയുന്നത് നമ്മുടെ വായിലുള്ള കേടുകൾ. അതൊരു ഇൻഫെക്ഷനായി മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ഇവർക്കും അറിയാം. അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ട് ഒരു ഡെൻറ്റിസ്റ്റിനെ ചെക്കപ്പ് ചെയ്ത് അതൊരു 6 months ഡെൻറ്റൽ ചെക്കപ്പ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ 6 monthsലാണ് ഒരു ഡീക്കെ പ്രോഗ്രസ് ചെയ്ത് വലിയൊരു കേടായി മാറി അത് വേദനയിലേക്ക് എത്തുന്നത്. എല്ലാ 6 മാസവും കണ്ടുപോവുകയാണെങ്കിൽ നമുക്കത് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം മോണരോഗങ്ങൾ, മോണയിൽ നിന്ന് ചോര വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുക ചെയ്യുന്നത്. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ നോർമലി ഉപ്പുവെള്ളം കൊള്ളുക അങ്ങനത്തെ ചില കാര്യങ്ങൾ പൊടിക്കൈകൾ നമ്മൾ സ്വയം ചെയ്ത് ചികിത്സിക്കുകയാണ് പതിവ്. പക്ഷെ അതൊരു തുടക്ക ലക്ഷണമായി കണ്ട് കൃത്യമായ ഡെൻറ്റിസ്റ്റിനെ കാണുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. പിന്നെ നമ്മുടെ ഓറൽ ക്യാൻസർ അത് ഇന്നത്തെ കാലത്ത് വളരെ കൂടി വരുന്നൊരു കാര്യമാണ്. അതിലൊന്നാമത്തെ കാരണം നമ്മുടെ ചില ഹാബിറ്റ്സാണ്. നമ്മൾ ഈ പുകവലി, മദ്യപാനം അങ്ങനത്തെ ചില അങ്ങനത്തെ ശീലങ്ങൾ പാടെ ഒഴിവാക്കാൻ എല്ലാവരും ശ്രമിക്കുക. പിന്നെയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കവിള് കടിക്കുന്നൊരു പ്രശ്നം, അത് പൊതുവായിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നൊരു കാര്യമാണ്, പ്രശ്നമായി കരുതാത്തതാണ്. പക്ഷേ ഈ അറ്റത്തെ അണപ്പല്ല് മുളച്ച് വന്നിട്ട് കവിളിടയിൽപ്പെട്ട് കടി വീഴുന്നൊരു നോർമലി കണ്ടുവരുന്നത് അത് ചീക്ക് ബൈറ്റിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അത് ഒരു പ്രോപ്പർലി നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ അതൊരു ഇറിറ്റേഷനായി മാറി ഗ്രാജ്വലി അതൊരു ഓറൽ ക്യാൻസർ വരെ എത്തിപ്പെടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അങ്ങനെ കവിൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കുന്ന ലക്ഷണം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഒരു ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ബ്രഷിംഗ് ടെക്നിക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും 2 നേരം പല്ല് തേക്കണം. ബ്രഷിങ്ങിൻ്റെ കൂടെ ഫ്ലോസിങ് എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോസിങ് ആണ് നമ്മുടെ ബ്രഷിങ്ങിൻ്റെ പോരായ്മകളെ പരിഹരിക്കുന്നൊരു പ്രധാന ഒരു ഉപാധി. അതിൽ നമ്മൾ ഒത്തിരി ടൈപ്പ് ഫ്ലോസേഴ്സ് ഉണ്ട്. ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. അതിൽ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് വാട്ടർ ഫ്ലോസർ. ഇതാണ് വാട്ടർ ഫ്ലോസർ. ഇത് നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ പറ്റും. ഇതൊരെണ്ണം പർച്ചേസ് ചെയ്തിട്ട് അത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കയറുന്ന ചെറിയ ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങളെ നമുക്ക് കളയുവാൻ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഇത് ഏത് കമ്പനിയുടെ മേടിച്ചാലും കുഴപ്പമില്ല, നല്ല റിവ്യൂ ഉള്ളത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അതൊരെണ്ണം മേടിക്കാൻ നോക്കാം. പിന്നെ നമ്മൾ ഈ നമ്മുടെ തെറ്റിദ്ധാരണകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഷുഗർ ഫ്രീ ചൂയിങ്കം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് തെറ്റാണ്. നമ്മൾ ചൂയിങ്കം യൂസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, പക്ഷേ നിർബന്ധമായും ബ്രഷിങ് ചെയ്തേ മതിയാവുള്ളൂ. അതിൽ കൂടുതലും ഈ ഹാർഡ് ബ്രഷ് യൂസ് ചെയ്യാതിരിക്കുകയും എന്നാണ് നല്ലത്. നമ്മളൊന്നെങ്കിൽ സോഫ്റ്റോ അല്ലെങ്കിൽ മീഡിയം ആയിട്ടുള്ള ബ്രഷുകൾ, അതിൻ്റെ പ്രത്യേക രീതിയുണ്ട്. ഈവൻ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് ബ്രഷിങ് ടെക്നിക്ക്. അതിൽ പറയുന്ന ഒരു 1.5-2 മിനിറ്റിൽ കൂടുതൽ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. കൂടെ വാട്ടർ ഫ്ലോസറും വളരെ നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ മോണയിൽ നിന്ന് ചോര വരുമ്പോൾ ചില വ്യക്തികൾ വിചാരിക്കും ഞാൻ ബ്രഷ് ചെയ്തിട്ടാണ് മോണയിൽ നിന്ന് ചോര വരുന്നത്. ബ്രഷ് ചെയ്യാതിരുന്നാൽ ചോര വരാതിരിക്കില്ലേ? അതും ഒരു തെറ്റായ കാര്യമാണ്. മോണയിൽ നിന്ന് ചോര വരികയാണെങ്കിൽ നിർബന്ധമായും നിങ്ങൾ പോയിട്ട് ഡെൻറ്റിസ്റ്റിനെ കണ്ട് പ്രോപ്പർ ഓറൽ ഹൈജീൻ്റെ ആവശ്യമായിട്ട് ഒരു ക്ലീനിങ് അങ്ങനത്തെ കാര്യങ്ങൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പോലെ ചെയ്യുക. അതിനുശേഷം ബ്രഷിങ് കറക്റ്റായിട്ട് ചെയ്തു പോവുക. അപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പ്രിവെൻറ്റ് ചെയ്യുക. നമ്മുടെ ഓറൽ ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക. അതിൽ പ്രിവെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായ ഡെൻറ്റിസ്റ്റിനെ കണ്ട് വേണ്ട രീതിയിലുള്ള ചികിത്സ ചെയ്താൽ മാത്രമാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ അതൊരു 6 മന്ത്സിൽ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുകയും വേണ്ട പോലെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യണം. പിന്നെയുള്ളത് നമ്മൾ സമീകൃതമായ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മളെപ്പോഴും ശീലമാക്കുക. കാരണം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നമ്മുടെ മോണയും പല്ലും ആരോഗ്യവും നന്നായിരിക്കുന്നത്. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രധാനമായിട്ടും ഞാനിതിൽ എംഫസൈസ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായി 6 മന്ത്സിൽ ഡെൻറ്റിസ്റ്റിനെ ചെക്കപ്പ് ചെയ്യുകയും പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യണം. ഈ ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമല്ല, പക്ഷെ നമ്മുടെ നെഗ്ലിജൻസ് അതാണ് ഏറ്റവും എക്സ്പെൻസീവ്. ഡെൻറ്റിസ്ട്രി ഈസ് നെവർ എക്സ്പെൻസീവ്, അത് നെഗ്ലിജൻസ് ഈസ് എക്സ്പെൻസീവ്. താങ്ക് യു.